Job 42:5. I have heard of you by the hearing of the ear, but now my eye sees you. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. There is a difference between knowing about God and truly encountering Him. ദൈവത്തെക്കുറിച്ച് അറിയുന്നതും ദൈവത്തെ അറിയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. Job, after all his suffering, comes to a profound realization. His faith was once built on what he had heard, but now, through trial and surrender, he truly sees God. യോബിൻ്റെ നഷ്ടങ്ങളിലും കഷ്ടപ്പാടിലൂടെ അവന് ഒരു തിരിച്ചറിവുണ്ടാകുന്നു. അവൻ്റെ വിശ്വാസം ദൈവത്തെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. പ്രതിസന്ധിയിൽ സമർപ്പണത്തിലൂടെ അവൻ്റെ കണ്ണ് ദൈവത്തെ ദർശിക്കുന്നു. How often do we settle for second-hand faith? We hear sermons, read scripture, and speak of God's goodness, yet remain untouched in the depths of our souls. നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുന്നു, വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നു, ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് സംസാരിക്കുന്നു, എന്നിട്ടും നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ യാതൊരു വ്യത്യാസവുമില്ല. But Lent calls us to go deeper. ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഈ നോമ്പുകാലം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. It invites us to move beyond intellectual knowledge into the life-changing vision of God's presence. ബുദ്ധിപരമായി ദൈവത്തെ അറിയുന്നതിന് ഉപരിയായി ജീവിതത്തിൻ്റെ ദർശനം തന്നെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള ആഹ്വാനമാണ്. This happens when we surrender, when we allow suffering to purify us, and when we let go of illusions to embrace divine reality. ഇത് സമർപ്പണത്തിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ നഷ്ടങ്ങളിലും കഷ്ടപ്പാടിലും നമ്മെ തന്നെ ദൈവത്തിൽ പരിപൂർണമായി സമർപ്പിക്കുക. The saints teach that suffering, when united with Christ, becomes the lens through which we see God more clearly. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളും നഷ്ടങ്ങളും സങ്കടങ്ങളും ക്രിസ്തുവുമായി നമ്മെ ഐക്യപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ ഭംഗിയായി ദർശിക്കുവാനുള്ള ഒരവസരമായി അത് നാം എടുക്കണം. Saint Isaac the Syrian wrote, "Without affliction there is no true life." യഥാർത്ഥ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. പ്രതിസന്ധികളില്ലാത്ത യഥാർത്ഥ ജീവിതം ഇല്ല. Our hardships are not meaningless. They are an invitation to see God more intimately. നമുക്ക് ദുഃഖങ്ങളും സങ്കടങ്ങളും നഷ്ടങ്ങളും വരുമ്പോൾ അതിനെ എന്തുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നു എന്ന് ചോദിക്കാതെ ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാൻ ഉള്ള ഒരു ക്ഷണമായി നമുക്ക് സ്വീകരിക്കാം. This Lent, let us not be satisfied with merely hearing of God. Let us seek Him until our eyes behold His glory. ഈ നോമ്പുകാലം ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നവരായി മാത്രം തീരാതെ ദൈവത്തെ അന്വേഷിക്കുന്നവരും അത് മുഖാന്തരം അവനെ കണ്ടെത്തുന്നവരും അവൻ്റെ മഹത്വം ദർശിക്കുന്നവരുമായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.